തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തെയ്യാല തട്ടത്തലം ഹൈസ്കൂൾ പടിക്ക് സമീപം കാർ തടഞ്ഞു നിർത്തി കാർ യാത്രികരെ ആക്രമിച്ച് 2 കോടിയോളം രൂപ കവർന്ന കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. സംഭവം നടന്ന 6 ദിവസമായിട്ടും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട 1.92 കോടി രൂപയുമായി തെന്നല അറക്കൽ സ്വദേശി മുഹമ്മദ് അനീഫയും ബന്ധു അഷ്റഫും കാറിൽ പോകുന്നതിനിടെ ഓഗസ്റ്റ് 14 രാത്രി 9:50ഓടെയാണ് നീലക്കാറിലെത്തിയ 4-അംഗ സംഘം കാർ തടഞ്ഞു നിർത്തി മാരകായുധങ്ങളുമായി ആക്രമിച്ച് ബാഗിൽ സൂക്ഷിച്ച പണവുമായി കടന്നു കളഞ്ഞത്. സംഭവം 5-6 പേർക്ക് മാത്രമേ ഈ പണമിടപാട് നടക്കുന്നത് അറിയാവുന്നുള്ളെങ്കിലും ഇവരെ ചോദ്യം ചെയ്തെങ്കിലും ഇതുവരെ പ്രതികളിലേക്ക് എത്തുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പരിമിതമായ ആളുകൾക്ക് മാത്രമേ ഇതേക്കുറിച്ച് അറിവുള്ളൂ എന്നാണ് നിഗമനം. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഒന്നിലേറെ തവണ കുടുംബാംഗങ്ങളെയും പണമിടപാടിനെക്കുറിച്ച് അറിയുന്നവരെയും ചോദ്യം ചെയ്തെങ്കിലും പ്രതികളിലേക്ക് എത്തുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിരുന്നു. കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. മലപ്പുറം SP വിശ്വനാഥ് IPS താനൂർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി അവലോകന യോഗം നടത്തുകയും സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും പ്രതികളിലേക്ക് എത്തുവാൻ യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികളെ കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിൻ്റെ പോരായ്മയാണ് എന്ന ആരോപണം ശക്തമാവുകയാണ്. പ്രതികളെക്കുറിച്ചോ മറ്റോ ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പോലീസ് അന്വേഷണം വഴിമുട്ടിയ നിലയിലാണ്. പണം തട്ടിയ അക്രമി സംഘത്തിൻ്റെ സഞ്ചാരം ഊടുവഴികളിലൂടെ ആയതിനാൽ പലയിടത്തും CCTV ഇല്ലായ്മ അന്വേഷണം തന്നെ വഴിമുട്ടിയ നിലയിലാണ്. തുടക്കത്തിൽ പണം അറിയാവുന്നവരിൽ ചിലർക്ക് കവർച്ചയിൽ പങ്കുണ്ടെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. എന്നാൽ ആ നിലക്ക് നടത്തിയ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ചില കൊട്ടേഷൻ സംഘങ്ങളെയും പണം കൈമാറിയതും മറ്റും അറിയാവുന്നവരെയും ചോദ്യം ചെയ്തെങ്കിലും പോലീസിന് തുമ്പ് ലഭിച്ചിട്ടില്ല. മലപ്പുറം SP അടക്കം താനൂർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി അന്വേഷണം കോർഡിനേറ്റ് ചെയ്തിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസിൻ്റെ വീഴ്ചയായി. സംഭവം നടന്ന 6 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് യാതൊരു തുമ്പും പോലീസിനെ കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച രാത്രി 9:50 വെള്ളിയാമ്പുറം ഭാഗത്ത് നിന്നെത്തിയ 4-അംഗ സംഘം കാർ തടഞ്ഞ് പണം കവർന്നു. കൊടിഞ്ഞി ചെറുപാറയിൽ നിന്ന് സ്ഥല ഇടപാടിനായി 1.92 കോടി രൂപ വാങ്ങി മറ്റൊരാൾക്ക് എത്തിക്കാനുള്ള യാത്രയിലായിരുന്നു ഹനീഫയും അഷ്റഫും. മേലേപ്പുറം ഇറക്കത്തിൽ നീലക്കാറിലെത്തിയ 4-അംഗ സംഘം പണമുള്ള വാഹനത്തെ തടഞ്ഞു. ഹോക്കി സ്റ്റിക്ക്, ഇരുമ്പുവടി, വാള് തുടങ്ങിയ മാരകായുധങ്ങളുമായി എത്തിയ സംഘം മുഖം മറച്ച നിലയിൽ കാറിൻ്റെ ഗ്ലാസ് തകർത്ത് പണം സൂക്ഷിച്ച ബാഗ് കവർന്ന് കൊടിഞ്ഞി ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു. ഹനീഫയുടെ മൊബൈൽ ഫോണും വാഹനത്തിൻ്റെ ചാവിയും കവർന്നു. സംഭവത്തിൽ ഹനീഫയുടെ കൈക്കും പരിക്കേറ്റിരുന്നു. ഇവരിൽ നിന്നും പണം കവർന്ന ശേഷം കൊടിഞ്ഞി ഭാഗത്തേക്ക് പോയ അക്രമികളുടെ വാഹനം ചെറുപാറ ജംഗ്ഷനിൽ നിന്നും ചെറുമുക്ക് റോഡിലേക്ക് തിരിഞ്ഞ് ചെറുമുക്ക് ടൗണിൽ നിന്നും കുണ്ടൂർ അത്താണിക്കൽ ഭാഗത്തേക്ക് പോയി. എന്നാൽ അത്താണിക്കൽ ടൗണിലേക്ക് ഈ വാഹനം എത്തിയതായി CCTVയിലില്ല. അത്താണിക്കലിന് മുന്നേ ആശാരിത്താന റോഡിലൂടെ വീണ്ടും കൊടിഞ്ഞിയിലെ ഊടുവഴികളിലൂടെ സഞ്ചരിച്ചതായുള്ള നിഗമനത്തിലായിരുന്നു പോലീസ്. ഇവിടെ നിന്നൊന്നും CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം ഇത്രയും വലിയ കവർച്ച നടന്ന് ആഴ്ചയോടടുത്തിട്ടും പ്രതികളെക്കുറിച്ച് പോലീസിന് ഒരു സൂചന പോലും ലഭിക്കാത്തതിനാൽ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.